അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൽമുൻ നഹ്വ് അത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫന്നാണ്, ഒരു വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൻ നഹ്വ്. ഈ ഫന്ന് നാം പഠിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല, ഹദീസ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ അറബിയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകവും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല നാം ഇൽമുൻ നഹ്വ് പഠിച്ചിട്ടില്ലെങ്കിൽ. കാരണം നഹ്വിൽ ചർച്ച ചെയ്യുന്നത് അറബി പദങ്ങളുടെ അവസാനത്തിലെ അവസ്ഥയാണ്. ഈ അവസാനത്തിലെ അവസ്ഥക്ക് അറബി പദങ്ങളുടെ അർത്ഥങ്ങൾ തീരുമാനിക്കുന്നതിൽ ഭയങ്കര റോളാണുള്ളത്. ഉദാഹരണത്തിന് ഖതല സെയ്ദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് കൊന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഖതല സെയ്ദൻ എന്ന് പറഞ്ഞാൽ സെയ്ദിനെ കൊന്നു എന്നാണ് അർത്ഥം. കർത്താവ് തന്നെ മാറിപ്പോയി. ഖതല സെയ്ദുൻ എന്ന് പറയുന്ന സമയത്ത് സെയ്ദ് കൊന്നു എന്നാണ്. ഖതല സെയ്ദൻ എന്ന് പറഞ്ഞാൽ സെയ്ദിനെ കൊന്നു എന്നാണ് അർത്ഥം. ഓക്കെ, പറയുന്ന സമയത്ത് സെയ്ദൻ മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ അർത്ഥങ്ങൾ മാറും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളമാണ് അവസാനത്തിലെ ഹർക്കത്തിനക്ക് അറബി ഭാഷയിലെ പ്രാധാന്യം എന്നുള്ളത്. ഞാൻ ആമുഖം നീട്ടുന്നില്ല. ഇൽമുൻ നഹ്വ് എന്ന ഫന്നിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ താരീഫിലേക്ക് നമുക്ക് വരാം. നഹ്വികൾ ഇൽമുൻ നഹ്വിൻ്റെ ഡെഫിനിഷൻ പറയുന്നു, ഇന്ന നഹ്വ, തീർച്ചയായിട്ടും നഹ്വ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ ബി ഉസൂലിൻ, ചില അടിസ്ഥാന നിയമങ്ങളെ കൊണ്ടുള്ള അറിവാകുന്നു. എങ്ങനത്തെ അടിസ്ഥാന നിയമങ്ങളാണ്? യുറഫു ബിഹ, ഈ അടിസ്ഥാന നിയമങ്ങൾ കാരണമായിട്ട് അറിയപ്പെടും അഹ്വാലു അവാഹിരിൽ കെലിമി, കെലിമത്തുകളുടെ അവസാനത്തിലെ അവസ്ഥ അറിയപ്പെടും. അപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊതു നിയമങ്ങളെ അറിയലാണ്. ഓക്കെ, പൊതു നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അൽ ഫാഇലു മർഫൂഉൻ, ഫാഇലിക്ക് റഫ് ആണ്. അൽ മഫ്ഊലു മൻസൂബുൻ, മഫ്ഊലിക്ക് നസ്ബാണ്. അൽ മുളാഫു ഇലൈഹി മജ്റൂറുൻ, മുളാഫുൻ ഇലൈഹിക്ക് ജറാണ്. ഇങ്ങനത്തെ പൊതു നിയമങ്ങൾക്കാണ് ഉസൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൊതു നിയമത്തിലേക്ക് നമുക്ക് വരാം. അൽ ഫാഇലു മർഫൂഉൻ, ഫാഇലിക്ക് റഫ് ആണ്. എന്താണ് ഫാഇൽ എന്ന് പറഞ്ഞാൽ? ഫാഇൽ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച വരും. ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് പറയുകയാണ്. ഫാഇൽ എന്ന് പറഞ്ഞാൽ ഒരു മഅറൂഫായ ഫിഅലിൻ്റെ ശേഷം ആര്, അറബിയിൽ പറയുകയാണെങ്കിൽ മൻ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വു, ഈ ചോദ്യങ്ങളുടെ മറുപടിയിൽ വരുന്ന സംഗതിയാണ് ഫാഇൽ. ഉദാഹരണത്തിന് ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി. ദഹബ പോയി, ആരാണ് പോയത്? സെയ്ദാണ് പോയത്. ദഹബ ജാബിർ, ദഹബ പോയി, ആരാണ് പോയത്? ജാബിറാണ് പോയത്. ഓക്കെ, സമിഅ, കേട്ടു, ആരാണ് കേട്ടത്? ജാബിറാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ വരുന്ന സംഗതിയാണ് ഫാഇൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത സ്ഥലത്ത്, ആ ചോദ്യത്തിനക്ക് ഒരു വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഉദാഹരണത്തിന് തജിബു സ്വലാത്തു, നിസ്കാരം നിർബന്ധമാണ്. അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലിലും നിസ്കാരം നിർബന്ധമാണ്. തജിബു നിർബന്ധമാണ്. ആര് നിർബന്ധമെന്ന് ഇവിടെ ചോദിക്കില്ലല്ലോ നമ്മൾ അർത്ഥം വെക്കുന്ന സമയത്ത്. തജിബു നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? അസ്വലാത്തു, നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ അസ്വലാത്തു എന്നുള്ളത് തജിബു എന്ന ഫിഅലിൻ്റെ ഫായിലാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അൽ ഫാഇലു മർഫൂഉൻ, ഫാഇലിക്ക് റഫ് ആണ്. ഈ ഖായിദ, ഈ ഒരു നിയമം നമ്മൾ പഠിച്ച സമയത്ത് ഒരുപാട് ഫീലുകൾ നാം കാണുന്ന സമയത്ത് ആ ഫീലിൻ്റെ ഫാഇലിൻ്റെ അവസാനത്തിലൊക്കെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ഇൽമ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൊതു നിയമങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത്, ഈ പൊതു നിയമങ്ങൾ നാം അറിയുന്ന സമയത്ത് കെലിമത്തുകളുടെ അവസാനത്തിലെ അവസ്ഥ നാം അറിയുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പൊതു നിയമമാണ് അൽ മഫ്ഊലു മൻസൂബുൻ, മഫ്ഊലിക്ക് നസ്ബായിരിക്കും ഉണ്ടാവുക. മഫ്ഊലിനെ നാം എങ്ങനെ കണ്ടുപിടിക്കും? ഒരു മഅറൂഫായ ഫീലിന് ശേഷം ആരെ എന്ന് ചോദിക്കുക. ഖതൽതു, ഞാൻ കൊന്നു,
ആരെ കൊന്നു? സെയ്ദൻ, സെയ്ദിനെ കൊന്നു. ഓക്കെ, അപ്പോൾ ആരെ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് മഫ്ഊൽ ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയിലായിരിക്കും മഫ്ഊൽ ഉണ്ടാവുക. ഷരിബ്തു, ഞാൻ കുടിച്ചു. എന്തിനെ കുടിച്ചു? അൽ മാ, വെള്ളത്തിനെ കുടിച്ചു. അല്ലെങ്കിൽ ഷരിബ്തു, ഞാൻ കുടിച്ചു. അൽ അസീർ, ജ്യൂസ് കുടിച്ചു. ഞാൻ കുടിച്ചു. എന്തിനെയാണ് കുടിച്ചത്? അൽ അസീർ, ജ്യൂസാണ് കുടിച്ചത്, അല്ലെങ്കിൽ വെള്ളമാണ് കുടിച്ചത്. അപ്പോൾ ഇവിടെ എന്തിനെ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് മഫ്ഊൽ ഉള്ളത്. അപ്പോൾ ഈ അൽ മഫ്ഊലു മൻസൂബുൻ, മഫ്ഊലിനിക്ക് നെസ്ബായിരിക്കും എന്നുള്ള നിയമം പരിചയപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ മഅറൂഫായ ഫീലിന് ശേഷം ഒരുപാട് മഫ്ഊലുകൾ കാണുന്ന സമയത്ത് ആ മഫ്ഊലുകളുടെ അവസാനത്തിൽ എന്ത് ഇറാബാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകുന്നു. മറ്റൊരു പൊതു നിയമം പറയുകയാണെങ്കിൽ അൽ മുളാഫു ഇലൈഹി മജ്റൂറുൻ, മുളാഫുൻ ഇലൈഹിക്ക് ജറാണ്. മുളാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മുളാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ എൻ്റെ, ഡേ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്ന പദത്തിനാണ് മുളാഫുൻ ഇലൈഹി എന്ന് പറയുക. ഉദാഹരണത്തിന് ബൈത്തു സെയ്ദിൻ, സെയ്ദിൻ്റെ വീട്, ജമീലുൻ, ഭംഗിയുള്ളതാണ്. ഇവിടെ ബൈത്തു സെയ്ദിൻ, സെയ്ദിൻ്റെ വീട്, ആ എൻ്റെ എന്ന് അർത്ഥമുള്ള ആ പദത്തിനാണ് മുളാഫുൻ ഇലൈഹി എന്ന് പറയുക. ഖലമുഹു, അവൻ്റെ പേന, അഹ്മർ, റെഡാണ്, ചുവപ്പാണ്. അപ്പോൾ അവൻ്റെ, അഹു എന്നുള്ള ലമീർ, അവൻ്റെ എന്നാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ, ഡേ തുടങ്ങിയ അർത്ഥങ്ങളുള്ള പദങ്ങൾക്കാണ് മുളാഫുൻ ഇലൈഹി എന്ന് പറയുക. അപ്പോൾ മുളാഫുൻ ഇലൈഹിക്ക് നമ്മൾ കൊടുക്കേണ്ട ഇറാബ് ജറാണ് എന്ന് നാം പഠിച്ചാൽ ഒരുപാട് മുളാഫുൻ ഇലൈഹിയെ കാണുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തിൽ എന്താണ് ഇറാബ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ ചില പൊതു നിയമങ്ങളെ കൊണ്ടുള്ള അറിവാണ്. ഈ പൊതു നിയമങ്ങൾ കാരണമായിട്ട് കലിമത്തിൻ്റെ അവസാനത്തിലെ അവസ്ഥ നമുക്ക് മനസ്സിലാകും, നാം അറിയും. ഓക്കെ, ഇതാണ് നഹ്വ് എന്ന് പറഞ്ഞാൽ. രണ്ടാലൊരു അവസ്ഥയാണ് അറബി കലിമത്തിന് ഉണ്ടാവുക. ഒന്നുകിൽ അറബി കലിമത്ത് മുഅറബായിരിക്കും, അല്ലെങ്കിൽ മബ്നി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇറാബ്, എന്താണ് ബിനാ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇറാബ് എന്ന് പറഞ്ഞാൽ ചില പദങ്ങളുടെ അവസാനം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു മുളാരിയായ ഫീലിൻ്റെ മുമ്പിൽ അന്ന് വരുന്ന സമയത്ത് ആ മുളാരിയായ ഫീല് അൻ അദ്ഹബ, അൻ അഷ്റബ, അൻ അജ്ലിസ, അൻ അസ്മ, അവസാനത്തിൽ ഫതഹ ആയിരിക്കും കാണും, നസ്ബ്. ഇതേ ഫീലിൻ്റെ മുമ്പിൽ ലമ്മ് വരുന്ന സമയത്ത് സുക്കൂനായിരിക്കും, ജസ്മ ആയിരിക്കും. ലം അഷ്റബ്, ലം അസ്മ, ലം അദ്ഹബ്, ലം യദ്ഹബ്. ഇങ്ങനെ അവസാനത്തിൽ മാറ്റം വരുത്തുന്ന പദങ്ങൾക്ക് ആമിലുകൾ എന്ന് പറയും. അപ്പോൾ അന്നൊരു ആമിലാണ്, കാരണം ഈ അന്നി എന്നുള്ളത് മുളാരിയായ ഫീലിൻ്റെ അവസാനത്തിൽ ഫതഹ് കൊടുത്തിട്ടുണ്ട്, നസ്ബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അവസാനത്തിൽ മാറ്റം വരുത്തുന്ന പദങ്ങൾക്ക് ആമിലുകൾ എന്ന് പറയും. ഈ ആമിലുകൾ കാരണമായിക്കൊണ്ട് അവസാനത്തിൽ വരുന്ന മാറ്റത്തിനാണ് ഇറാബ് എന്ന് പറയുക. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി. റഅയ്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ കണ്ടു. മറർത്തു ബി സെയ്ദിൻ, സെയ്ദിൻ്റെ അടുത്തുകൂടി ഞാൻ പോയി. ഇവിടെ സെയ്ദുൻ, സെയ്ദൻ, സെയ്ദിൻ. അപ്പോൾ ഈ സെയ്ദ് എന്നുള്ള പദം മുമ്പിൽ പല സംഗതികൾ വരുന്ന സമയത്ത് മാറ്റം വരുന്നുണ്ട് ഈ സെയ്ദ് എന്നുള്ള പദത്തിനൊക്കെ. അപ്പോൾ ആമിലുകൾക്കനുസരിച്ച് കൊണ്ട് അവസാനത്തിൽ വരുന്ന ഈ മാറ്റത്തിനേക്കാണ് ഇറാബ് എന്ന് പറയുക. ഈ ഇറാബ് സ്വീകരിക്കുന്ന പദങ്ങൾക്ക് മുഅറബ് എന്നും പറയും. ഓക്കെ, എന്നാൽ ചില പദങ്ങൾ എന്ത് വന്നാലും മാറ്റം വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാ ഉലായി എടുക്കുകയാണ്. ഓക്കെ, ദഹബ ഹാ ഉലായി, ഇക്കൂട്ടർ പോയി. റഅയ്തു ഹാ ഉലായി, ഇക്കൂട്ടരെ ഞാൻ കണ്ടു. മറർത്തു ബി ഹാ ഉലായി, ഇക്കൂട്ടരുടെ അടുത്തുകൂടി ഞാൻ നടന്നു പോയി എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ഏത് ആമിൽ വരട്ടെ, എന്ത് വരട്ടെ, മുമ്പിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഏത് ആമിലുകൾ വന്നാലും മാറ്റമില്ലാത്ത അവസ്ഥക്കാണ് ബിനാ എന്ന് പറയുന്നത്. ഈ മാറ്റം സ്വീകരിക്കാത്ത പദങ്ങൾക്ക് മബ്നി എന്ന് പറയും. ഓക്കെ, ഇറാബ് പല രൂപത്തിലുണ്ട്. ലാഹിരിയായ ഇറാബുണ്ട്, മഹല്ലിയായ ഇറാബുണ്ട്, തഖ്ദീരിയായ ഇറാബുണ്ട്. അതുപോലെ ബിനാഉം പല രൂപത്തിലുണ്ട്. ഇതിനെ സംബന്ധിച്ചൊക്കെ വിശാലമായിട്ട് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ കോഴ്സിൽ പ്രധാനമായിട്ടും ബേസിക്കായ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ഫായിലിനെ തിരിച്ചറിയാൻ കഴിയും, എങ്ങനെ മഫ്ഊലിനെ തിരിച്ചറിയാൻ കഴിയും, എങ്ങനെ മുബ്തദനെ തിരിച്ചറിയാൻ കഴിയും, എങ്ങനെ ഖബറിനെ തിരിച്ചറിയാൻ കഴിയും, എങ്ങനെ ഇന്നൻ്റെ ഇസ്മിനെ ഖബറിനൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക, എങ്ങനെയാണ്
ഇത്തരം സംഗതികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുക. ഇതിന് ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ബേസിക്കായ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 10 ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ ടെക്സ്റ്റ് വെച്ചിട്ട് ഇറാബ് തർക്കീബ് വെച്ച് വളരെ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും ഇറാബിലും തർക്കീബിലുമൊക്കെ വളരെ ശക്തമായ ഒരു സ്ട്രോങ് ആയ ഒരു ബേസിക് ഉണ്ടാക്കി തരുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. ഈ കോഴ്സ് കഴിയുന്നതോടുകൂടെ അറബി ഗ്രാമറിൽ നഹ്വിൽ സ്ട്രോങ് ആയ ഒരു ബേസിക് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.